പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. വഴക്കിടാനായിട്ട് വന്നല്ലേ ലക്ഷ്മി. ഉണ്ണിയേട്ടൻ ജോലി പോയതിൽ പിന്നെ ഒരുമാതിരി സമനില തെറ്റിയ പോലെയാ. മാസാമാസം ഉണ്ണിയേട്ടന് ശമ്പളം കൊടുക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങട്ടെ. ഉണ്ണിയേട്ടന് ആ ജോലി തിരികെ കൊടുത്തൂടെ? കമ്പനി പൊളിക്കാനല്ല കണ്ണൻ കമ്പനി തുടങ്ങിയത്. അവന് പൈസ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യണമെന്നില്ല. അവനിപ്പോ സമനില തെറ്റിയെങ്കിൽ അതിന്റെ കാരണം ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ കണ്ണേട്ടനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. അത് അവനെപ്പോലെ ഒരുത്തന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ കമ്പനിയിൽ കടന്നുകൂടിയിട്ട് വേണം മഹിയെ എന്തെങ്കിലും ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് മഹി കമ്പനിയിലോട്ട് പോവാറുണ്ടല്ലോ. അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന ലക്ഷ്മിയെ കണ്ടിട്ട് കാര്യം പറഞ്ഞ ഈ മനസ്സ് മാറുന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണി കണ്ണേട്ടന്റെ അനിയനാ. ആ നിലയ്ക്ക് കണ്ണേട്ടനാണ് ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കേണ്ടത്. നീ പറഞ്ഞ കണ്ണേട്ടൻ കേൾക്കും ലക്ഷ്മി. അത് ശരിയാ, മഹി പറയുന്നതിനപ്പുറം കണ്ണൻ നിൽക്കില്ല. എന്നുവെച്ച് അവന്റെ ആ സ്വഭാവം ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങൾക്കാർക്കും ഉണ്ണിയെ തിരിച്ചെടുക്കുന്നതിനോട് താല്പര്യമില്ല. സ്വന്തം ഏട്ടന് ഒരു കുടുംബം പാടില്ല, ഭാര്യയും കുട്ടികളും പാടില്ല എന്ന് ചിന്തിക്കുന്നവനോട് മഹിയും കണ്ണനും സിമ്പതി കാണിക്കേണ്ട കാര്യം എന്താ? ഉണ്ണിയേട്ടനിപ്പോ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല. ജോലിയില്ലാതെ നിൽക്കുന്നതിന്റെ ശ്വാസം മുട്ടലും നന്നായിട്ടുണ്ട്. അവനെയൊക്കെ കൊണ്ടുപോയി ആ തോമസാറിന്റെ വീട്ടിലിടണം. അവിടെ അലോപ്പതി ഡോക്ടർമാർക്ക് അറിയാത്ത വിദ്യയൊക്കെ തോമസാറിനറിയാം. അസൂയയും അത്യാഗ്രഹവും മാറാനുള്ള മരുന്ന് കൊടുത്ത ശേഷം അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ആവശ്യം അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴെങ്കിലും അവൻ പറഞ്ഞു തന്നിട്ടുണ്ടോ അവന് കണ്ണൻ ആരായിരുന്നു എന്ന്? അവനോടുള്ള കണ്ണന്റെ സ്നേഹം എത്രയായിരുന്നു എന്ന്? അവൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലടാ. നീ എന്താ ഒന്നും പറയാത്തത്? നല്ല കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞു തരാറില്ലല്ലോ. ഉണ്ണി ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ബന്ധമാണ്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ എനിക്കറിയാം. ഒരമ്മയുടെ മക്കളല്ലെങ്കിലും അനിയനെയും അനിയത്തെയും കണ്ണന് ജീവനായിരുന്നു. ഒരേട്ടന്റെ അച്ഛന്റെ സ്ഥാനമായിരുന്നു കണ്ണൻ അവർക്ക് കൊടുത്തിരുന്നത്. അതിന് കണ്ണൻ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, കലർപ്പില്ലാത്ത സ്നേഹമല്ലാതെ. പക്ഷേ കണ്ണനൊരു കല്യാണം കഴിച്ചത് അവനെയും അവന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റായിപ്പോയി. കണ്ണനൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ലായിരുന്നു, കുടുംബം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതിനിടയ്ക്കാണ് കുട്ടികൾ ജനിക്കാൻ പോകുന്നത്. പിന്നെ സഹിക്കാൻ പറ്റുമോ? മഹാലക്ഷ്മിയുടെ കുഞ്ഞിന്റെ അച്ഛൻ കണ്ണനാണെന്ന് അറിഞ്ഞതോടെ ശരിയാ, സമനില തെറ്റിക്കാണും. അവന് മാത്രമല്ല അവന്റെ അമ്മയ്ക്കും നിനക്കൊക്കെ. എന്നുവെച്ച് ഇനി നിന്റെയൊക്കെ അഭിനയം ഞങ്ങളെല്ലാരും വിശ്വസിക്കുന്ന കരുതണ്ട. നീ ഇവിടെ വന്നല്ല, ഉണ്ണി കണ്ണന്റെ കാല് പിടിച്ച് കരഞ്ഞാലും അവനെ വിശ്വസിക്കാതെ കണ്ണൻ അവന്റെ കമ്പനിയുടെ പടി പോലും ചവിട്ടിക്കില്ല. അതെ, കണ്ണേട്ടൻ പറയാതെ ഞാൻ ഇതിനു വേണ്ടി കണ്ണേട്ടനെ പ്രഷർ ചെലുത്തില്ല. കേട്ടല്ലോ, ഇനിയെങ്കിലും പോയിക്കൂടെ? സങ്കടം തോന്നിയപ്പോ വന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും മനസ്സ് മാറുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇനി ഞാൻ എന്തായാലും ഈ ആവശ്യം പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല ലക്ഷ്മി. അയ്യോ പാവം, അവളെ ഒന്നും വിശ്വസിക്കില്ല എന്റെ മഹി. വിശ്വസിച്ചാലേ വിശ്വാസവഞ്ചന കാണിക്കും. അത് മാത്രം കരുതിയാൽ മതി.